അപ്പം നമുക്ക് ഡ്രീം വേണം, ബിലീഫ് വേണം, ആക്ഷൻ വേണം. അപ്പൊ ഇനി ഹിപ്നോട്ടിക് സെല്ലിംഗിലേക്ക് കടക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഹിപ്നോട്ടിക് സെല്ലിംഗിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. സെൽഫ് പ്യൂരിഫിക്കേഷനിൽ നമ്മുടെ മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകളോ അല്ലെങ്കിൽ വറിയിങ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡ്രീം ഉണ്ടാക്കുക, പിന്നെ നല്ല അതിൽ വിശ്വസിക്കുക, ഒരു ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആക്കുക, അത് ആക്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലേക്ക് വരിക, ആക്ഷനിലേക്ക് ഇടപെടുക. ഇനി വേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മൾ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് ഹാബിറ്റ് ഇന്നത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായി? അതായത് നമ്മൾ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് മറ്റൊന്നിലാണ്. നമ്മൾ ഫോക്കസ് മറ്റൊന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു അത് വളരും. അപ്പം നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് അവോയ്ഡ് ചെയ്യുക. അതിന് ഒരു ലോകത്തില് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ജാക്ക് കാൻഫീൽഡിന്റെ ബുക്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. അതായത് E+R=O. എന്ന് പറഞ്ഞാൽ ഈവൻ പ്ലസ് റെസ്പോൺസ് ഈസിക്കൽ ടു ഔട്ട്കം. ജീവിതത്തിൽ ഇവന്റ്സുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ജനനം, മരണം, നാച്ചുറൽ കലാമിറ്റി, റിസിഷൻ, പിന്നെ അങ്ങനെ ഇവന്റ്സുകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അങ്ങനെയുള്ള ഇവന്റ്സുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഔട്ട്കം മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരൻസിനെ ബ്ലെയിം ചെയ്തുകൊണ്ടോ നിങ്ങളുടെ സാഹചര്യങ്ങളെ വഴി പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അവിടെ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങൾ കിട്ടുന്ന ഔട്ട്കം. അപ്പൊ നിങ്ങൾ ഔട്ട്കം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിലേക്ക് ഫോക്കസ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ആക്ഷൻ എനിക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് അല്ലെങ്കിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റിയതാണോ, എനിക്ക് സോഷ്യൽ അക്സെപ്റ്റൻസ് കൊണ്ടുവരാൻ പറ്റിയതാണോ, എന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയതാണോ, നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ഹാബിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ മോർ റിസപ്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. അപ്പം നിങ്ങൾ അവോയ്ഡ് ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ്. അതായത് ഈ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് ചെയ്യുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ പറയുന്നത് എന്തറിയോ, എവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് മറ്റൊരാൾ ചെയ്യട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ച ഒരു സെന്റൻസ് ഉണ്ട്. While you are complaining about me being away from you, ask yourself what you did to keep me with you. ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന് നിങ്ങൾ പരാതി പറയുമ്പോൾ സ്വയം ചോദിച്ചു നോക്കുക, എന്നെ ചേർത്ത് നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സെന്റൻസ് ആണ്. അതായത് വർഷങ്ങളായിട്ട് എന്റെ ഒരു 10-23 വയസ്സ് വരെ ഞാൻ ചിന്തിച്ചിരുന്ന എല്ലാ തോട്ട് പ്രോസസ്സിനെയും മാറ്റിമറിച്ച ഒരൊറ്റ സെന്റൻസ് ആണ്, ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ സ്വയം ചോദിച്ചു നോക്കുക, എന്നെ ചേർത്ത് നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. ഞാൻ പറയുന്നു, ഓരോ വ്യക്തിയും ഈ ചോദ്യം ഇന്ന് പോലെ ചോദിച്ചു തുടങ്ങിയാൽ അവന്റെ ജീവിതം 180 ഡിഗ്രി മാറും. കാരണം അവരപ്പോ അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് ഫോക്കസ് ചെയ്യും. നമ്മൾ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ പരാജയത്തിന് മറ്റുള്ളവരെ പഴി പറയുമ്പോൾ ഈ സിറ്റുവേഷനെ മാറ്റാൻ ഞാൻ ചെയ്തു എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് മാറും, സോഷ്യൽ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ലെവൽ മാറും, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ മാറും. പരാതി പറയുന്നത് നിർത്തേക്കുക. ഈ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സൊല്യൂഷൻ കിട്ടുന്നിടത്തോട്ടല്ല പരാതി പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ വരുന്നു, വീട്ടിൽ വന്ന് ബോസിനെ കുറിച്ച് വൈഫിനോട് കംപ്ലൈന്റ് പറയും. വൈഫിന് ബോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് വൈഫിനോട് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് 7 മണിയാകുമ്പോൾ ബാറിൽ ചെല്ലുമ്പോൾ അവിടെ ബാറിലെ ഫ്രണ്ട് കാണും. എന്താണ് ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും വൈഫ് വിട്ടില്ല. വൈഫിനെ കുറിച്ചുള്ള കുറ്റം ബാർമേറ്റിനോട് പറയും. ബാറിലിരുന്ന് 2 പെഗ് 4 പെഗായി 4 പെഗ് 6 പെഗായി അവിടുന്ന് രണ്ടുപേരുടെ തെറ്റി 2 അടിയൊക്കെ ആയി വീണ്ടും തെറിയും പറഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങും. പിറ്റേന്ന് മുഖമൊക്കെ ഉയർത്ത് ഓഫീസിൽ ചെയ്യുമ്പോൾ ഓഫീസ് മേറ്റ് ചോദിക്കും, എന്താ മുഖമൊക്കെ സെല്ലിങ് അടിച്ചിരിക്കുന്നല്ലോ, ഹാങ് ഓവർ ആണല്ലോ. ഓ, അതിന്നലെ ബാറിൽ വെച്ചില്ല, അവനെ കണ്ടു, അവൻ കാരണമാണ് എന്റെ മുഖം ഇങ്ങനെ ഇതായത്. അവനെ കുറിച്ച് അവിടെ കുറ്റം പറയും. അപ്പോഴായിരിക്കും ഇവരുടെ ബോസ് 11 മണിയാകുമ്പോൾ വരുന്നത്. ഒരു ഫയൽ കൊണ്ടുവരാൻ പറയുമ്പോഴേ ഈ പറഞ്ഞ ഇപ്പം ഓഫീസിൽ സംസാരിച്ചോണ്ടില്ലേ അവന്റെ കുറ്റം പറയും. അങ്ങനെ ഈ ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഈ കംപ്ലൈനിങ് സർക്കിൾ തന്നെ ഈ രീതിയിലായിരിക്കും. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോപ്പ് ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈനിങ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി. ആസ്ക് യുവർ സെൽഫ് വാട്ട് യു ആർ ഡൂയിങ് ടു ചേഞ്ച് ദി പ്രസന്റ് സിറ്റുവേഷൻ.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജീവിതത്തിൽ ഏത് മോശം അവസ്ഥ ഉണ്ടായിക്കോട്ടെ, അതൊരു ക്രിയേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ അൺക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലായോ? ഇഫ് ഇറ്റ് ഇസ് എ ക്രിയേറ്റഡ് സിറ്റുവേഷൻ, യു ക്യാൻ അൺക്രിയേറ്റ് ആൻഡ് റീക്രിയേറ്റ് ദ വേ യു വാണ്ട് എന്താ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് സെയിൽസ് ഇല്ലായ്മയോ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മോശാവസ്ഥയോ ആരോഗ്യാവസ്ഥയോ എന്തും ആയിക്കൊള്ളട്ടെ, ഇതൊരു ക്രിയേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് അൺക്രിയേറ്റ് ചെയ്ത് റീക്രിയേറ്റ് നിങ്ങൾ ആവശ്യത്തിന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള വില്ലുണ്ടായാൽ മതി. സ്കില്ല് കുറെ വന്നോളും. വിൽ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സ്കിൽ. അതിനാവശ്യമായ സ്കില്ല് പിന്നെ വന്നോളും. അപ്പം വില്ലുണ്ടാകും. അപ്പം ഹിപ്നോട്ടിക് സെല്ലിംഗ് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റോപ്പ് ബ്ലെയിമിംഗ് ആൻഡ് കംപ്ലൈനിങ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. മനസ്സിലായോ? അതുപോലെ സെൽഫ് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രൈ ടു സീ ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് ദ തിങ്സ്. അതായത് ഒരു ജനൽപാളി, ഇപ്പം ജനൽപാളി നിങ്ങൾക്ക് 2 ജനൽ പാളികളുള്ള ഒരു ജനല് അത് ഹാഫ് ഓപ്പൺ ആയിട്ടും കാണാം, ഹാഫ് ക്ലോസ് ആയിട്ടും കാണാം. അപ്പം കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മൈൻഡില് റാസ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇതൊരു റഡാർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അതിലേക്ക് ഇത് തിരിച്ചുവിടും, നമ്മുടെ ബ്രെയിനിനെ തിരിച്ചുവിടും. നമ്മൾ എന്ത് കാണാൻ, അതായത് നമ്മുടെ മൈൻഡ് അൺകോൺഷ്യസ്ലി ആൻഡ് സബ് കോൺഷ്യസ്ലി എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് നമ്മുടെ റാസ് ഒരു റഡാർ പോലെ അത് അതിലേക്ക് തിരിച്ചുവിടും. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് സൈഡ് കാണും. ഏതൊരു കാര്യത്തിന്റെയും പോസിറ്റീവും കാണാം, നെഗറ്റീവും കാണാം. അത് ഇൻഡിവിജ്വലിന് മുമ്പിൽ ചോയ്സ് ഉണ്ട്. പോസിറ്റീവായിട്ട് കാണണമെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം, നെഗറ്റീവായിട്ട് കാണാം നെഗറ്റീവായിട്ട് കാണാം. അപ്പം ഹിപ്നോട്ടിക് സെല്ലിംഗ് വർക്ക് ടെക്നിക് അല്ലെങ്കിൽ ആ ഹിപ്നോട്ടിക് സെയിൽസ് ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനുള്ള സാധ്യത ഉണ്ടാകണം. എവ്രി അഡ്വേഴ്സിറ്റീസിൽ ദർ ഇസ് എ പോസിബിലിറ്റി. എവ്രി അഡ്വേഴ്സിറ്റീസിൽ ദർ ഇസ് എ പോസിബിലിറ്റി. കാരണം മുട്ട പൊട്ടുന്നത് കൊണ്ടാണ് കുഞ്ഞ് പുറത്തു വരുന്നത്, അല്ലേ? മുട്ട പൊട്ടുന്നതുകൊണ്ടാണ് പുറത്തു വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഹിപ്നോട്ടിക് സെല്ലിംഗ് ഒക്കെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യുക, നിങ്ങളെ ഒരു പ്യൂരിഫൈഡ് പേഴ്സൺ ആക്കുക, റിസപ്റ്റീവ് ആക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരിലേക്ക് ഇറങ്ങണം.